സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണിരിക്കുന്നു. ഒന്നാം സ്ഥാനം കണ്ണൂർ ജില്ലയ്ക്കാണ്. ആവേശോജ്വലമായ 5 പകലിനും രാത്രിക്കും ഒടുവിലായാണ് കലാമാമാങ്കത്തിന് സമാപനമായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, വിശദാംശങ്ങൾ. രോഹിണി, വളരെ വാശിയേറിയ 5 ദിവസങ്ങൾ നീണ്ടുനിന്ന മത്സരങ്ങൾക്ക് ശേഷം ഇപ്പോൾ കൊല്ലത്ത് കണ്ണൂരിന്റെ വസന്തം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നീണ്ട 23 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കണ്ണൂരിലേക്ക് കൗമാരകലയുടെ സ്വർണ്ണക്കപ്പ്, സ്വർണ്ണ കിരീടം ഇപ്പോൾ കണ്ണൂരിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. ആ സ്വർണ്ണക്കപ്പ് ഇപ്പോൾ കണ്ണൂർ കൈപ്പറ്റിയിരിക്കുന്നു. അതിശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് കൊല്ലത്തിന്റെ മണ്ണിൽ കണ്ണൂർ കാഴ്ചവെച്ചത്. ആദ്യ ദിനം മുതൽ, അതായത് കലോത്സവത്തിന്റെ ആദ്യ ദിനം മുതൽ 4-ാം തീയതി മുതൽ, ജനുവരി 4-ാം തീയതി മുതൽ ഒരു തരത്തിലും പിടികൊടുക്കാത്ത തരത്തിലുള്ള ഒരു മത്സരം തന്നെയായിരുന്നു കണ്ണൂർ എല്ലാ ഇനങ്ങളിലും കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെയാണ് 2 പതിറ്റാണ്ടിന് ശേഷം സ്വർണ്ണക്കപ്പ് തിരികെ കണ്ണൂരിലേക്ക് എത്തിയിരിക്കുന്നത്. കോഴിക്കോടിന്റെയോ പാലക്കാടിന്റെയോ അപ്രമാദിത്വത്തെ തകർത്തുകൊണ്ട് അട്ടിമറി വിജയം തന്നെ കണ്ണൂർ. നമുക്ക് ഏറ്റവും കൂടുതൽ വിലയിരുത്താൻ സാധിക്കുന്ന ഒരു ഫോട്ടോ ഫിനിഷ് ആയിരുന്നു. ആരായിരിക്കും അവസാന ഘട്ടത്തിലേക്ക് എത്തുക എന്ന് സംബന്ധിച്ചുള്ള ഒരു ആശങ്ക എപ്പോൾ കണ്ണൂരാണോ കോഴിക്കോടാണോ എന്ന ചിന്തയായിരുന്നു ഓരോ കലാപ്രേമികൾക്കും ഉണ്ടായിരുന്നത്. അതിലൊക്കെ ആ ആകാംക്ഷകൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് സ്വർണ്ണക്കപ്പിൽ ഇപ്പോൾ കണ്ണൂർ മുത്തമിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഈ 4 ദിവസങ്ങളിലെല്ലാം കണ്ണൂരായിരിക്കും എന്നുള്ള കാര്യത്തിൽ കണ്ണൂർ തന്നെയാണ് മുന്നിട്ട് നിന്നിരുന്നത്. പക്ഷേ കോഴിക്കോടിനും പാലക്കാടിനും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും അവസാന ദിവസം രാവിലെ മുതൽ കോഴിക്കോട് ലീഡ് ചെയ്യും, പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ പാലക്കാട് ലീഡ് ചെയ്യും. അവർ തമ്മിലുള്ള ഒരു ഫോട്ടോ ഫിനിഷിംഗിലേക്ക് എത്തുകയും അങ്ങനെയായിരുന്നു കാര്യങ്ങളെല്ലാം തന്നെ പോയിരുന്നത്. പക്ഷേ ഇന്ന് കോഴിക്കോടോ പാലക്കാടോ ഏതാണ്ട് ഈ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും മേധാവിത്വം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇന്ന് പാതി ദിനം എത്തുമ്പോൾ മാത്രമാണ്, കൃത്യമായി പറഞ്ഞാൽ ഒരു 4 മണി മുന്നേ വരെ നമുക്ക്, അല്ലെങ്കിൽ 3 മണിക്ക് മുമ്പ് വരെ നമ്മൾ നോക്കുമ്പോൾ സ്കോർ നിലയിൽ ഏറ്റവും കൂടുതൽ നിന്നത് കോഴിക്കോടായിരുന്നു. മാറി 3-2 പോയിന്റുകളുടെ വ്യത്യാസം മാത്രമായിരുന്നു പിന്നീട് കാണാൻ സാധിച്ചത്. അവസാന ഘട്ടം നോക്കുമ്പോൾ ഒരു 3 പോയിന്റിൽ മുന്നിലെത്തിക്കൊണ്ട് സ്വർണ്ണക്കപ്പിൽ കണ്ണൂർ മുത്തമിടുന്ന കാഴ്ചയാണെന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ആവേശകരമായ, ആഹ്ലാദകരമായ, അത്യുഗ്രമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ ഈ കലോത്സവം സമ്മാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ആവേശം തന്നെയാണ് ഇപ്പോഴുമുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു ഉത്സവ നഗരി എന്ന് തന്നെയാണ് നമുക്ക് ആശ്രമ മൈതാനത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. അത്ര മനോഹരമായ നിമിഷം ഇനി നമ്മളുടെ വേദിയിലേക്ക് ഈ കലാകാരന്മാർ എത്താനുണ്ട്. കണ്ണൂരിന്റെ സ്വർണ്ണക്കപ്പിനർഹരായിട്ടുള്ള 1-ാം സ്ഥാനം നേടിയ ജില്ലാ ടീമിനെ നമ്മൾ ഇപ്പോൾ നൽകുന്ന ജനം TV നൽകുന്ന ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സഹകരണത്തോടുകൂടി നമ്മൾ നൽകുന്ന ഒരു പ്രോത്സാഹനം, ആ കലാകൗമാരത്തിന് ജനം TVയും ജ്യോതിസ് ഗ്രൂപ്പും ഒരുമിച്ച് നൽകുന്ന ഒരു ഉപഹാരമാണ്. ഇപ്പോൾ എന്തായാലും അല്പസമയത്തിനകം അത് കൈമാറുന്ന ചടങ്ങ് നടക്കും. ഏതായാലും ഇപ്പോൾ അവരുടെ ആഹ്ലാദ പ്രകടനം ആരംഭിച്ചു കഴിഞ്ഞു. ആശ്രമ മൈതാനത്തിന്റെ ഒരു മൂലയ്ക്ക് നിന്ന് കണ്ണൂർ ടീം വലിയ ആഹ്ലാദ പ്രകടനം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവരുടെ ആഹ്ലാദ പ്രകടനം ഇപ്പോൾ ഈ ചാനൽ, നമ്മുടെ എല്ലാം ഈ ചാനൽ നിരക്ക് മുന്നിലൂടെ എത്തുമ്പോഴാണ് നമ്മൾ ഈ പുരസ്കാരം സമ്മാനിക്കാൻ പോകുന്നത്. ഏതായാലും ഇതൊന്നുമല്ല പുരസ്കാരം, അവരുടെ കയ്യിലിരിക്കുന്ന, നിലവിൽ അവർക്ക് പുരസ്കാരം കിട്ടിക്കഴിഞ്ഞു. ആ ഒരു സ്വർണ്ണക്കപ്പിൽ അവർ മുത്തമിട്ട് കഴിഞ്ഞു. തീർച്ചയായും അതിനൊരു ആവേശം നൽകുന്നു, അവർക്കൊരു അനുമോദനം നൽകുന്ന തരത്തിലാണ് നമ്മുടെ സ്ഥാപനവും ജ്യോതിസ് ഗ്രൂപ്പും ഒരുമിച്ച് കൊണ്ട് ഇത്തരത്തിലുള്ള അവർക്ക് അനുമോദനം, അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു ട്രോഫി കൈമാറാൻ പോകുന്നത്. ഒപ്പം തന്നെ ഇതിനെ എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ 5 ദിവസത്തെ നമുക്ക് മൊത്തത്തിലൊന്ന് വിലയിരുത്തിയതുണ്ട്. പ്രത്യേകിച്ച് ഈ അവസാന നിമിഷത്തിൽ ഈ കഴിഞ്ഞ 5 ദിവസം നമുക്ക് വിലയിരുത്തുമ്പോൾ ഒരു ഉത്സവ ലഹരിയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മിഥുനെ എങ്ങനെയാണ് അത് ഫീൽ ചെയ്തത്? തീർച്ചയായിട്ടും നമ്മൾ കൊല്ലത്തേക്ക് ഈ കലോത്സവ റിപ്പോർട്ടിങ്ങിന് വേണ്ടി തിരിച്ചെത്തുമ്പോൾ നമുക്കറിയാം, ഏതാണ്ട് ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് കൊല്ലത്തേക്ക് കലോത്സവം എത്തുന്നത്. അതുകൊണ്ട് തന്നെ സംഘാടനത്തിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടാകും എന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. മാത്രമല്ല ചില വാർത്തകളും അത്തരത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല. പക്ഷേ കലോത്സവം തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ സംഘാടനത്തിലെ പിഴവുകളെല്ലാം തന്നെ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ ഇവിടുത്തെ ജില്ലാ അധികൃതർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കലയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, കലയിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച്, ഒരേ സ്നേഹത്തോടുകൂടി എല്ലാവരും ഒരുമിച്ച് ഇതിന്റെ ഭാഗമായി, അതിന്റെ ഒരു വിജയമാണ്, ഒരു ടീമിന്റെ വിജയമാണ് എന്നാണ് നമുക്ക് ഇതിനെ വിലയിരുത്താൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഓരോ മത്സര ഇനങ്ങൾ, നമുക്കറിയാം ഇവിടുത്തെ സംഘാടനം എന്ന് പറയുന്നത് പല വ്യത്യസ്തതകൾ ഉണ്ടായിരുന്നു. ഒറ്റ സ്റ്റേജ് മാത്രമേ പന്തൽ കെട്ടിക്കൊണ്ടുള്ള ഒരു സ്റ്റേജ് കൊല്ലത്തുണ്ടായിരുന്നു. അത് ഈ ആശ്രമ മൈതാന സ്റ്റേജ് ആയിരുന്നു. ബാക്കിയെല്ലാം ഓഡിറ്റോറിയങ്ങളിലായിരുന്നു മത്സരങ്ങൾ നടന്നത്. അതുമാത്രമല്ല ഓരോ ഗ്ലാമർ ഇനങ്ങളിലാകട്ടെ മറ്റ് പോയിന്റുകൾ വാരിക്കൂട്ടുന്ന ഗ്ലാമർ ഇനങ്ങളല്ലാത്ത ഇനങ്ങളുണ്ട്. കഥാരചന, കവിതാരചന, ഉറുദു, അതുപോലെ തന്നെ സംസ്കൃത മത്സരങ്ങൾ, അറബി കലോത്സവം, ഇതെല്ലാം ഇവിടങ്ങളിലെല്ലാം
വാശിയോടെ പൊരുതുന്ന ജില്ലകളെയാണ് പരസ്പരം കണ്ടത്. നമുക്കറിയാം ചില ഇനങ്ങൾ അവഗണിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു പ്രവണതയെല്ലാം ഇത്തവണയോടുകൂടി അതല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷത്തെ ഒരു പ്രവണത തന്നെയാണ്. എല്ലാ ഇനങ്ങളിലും അതിവാശിയോടെ മത്സരിച്ചു കണ്ണൂർ ടീം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാൻ കഴിയുന്നത്.